നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. 80കളിലും 90കളിലും ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത്ര ജനകീയമല്ലായിരുന്നു. ശരിയല്ലേ? നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാവും. ചിലരിങ്ങനെ ചിന്തിക്കും, അതൊക്കെ വലിയ പണക്കാർ ചെയ്യുന്നതല്ലേ, നമുക്ക് ജീവിക്കാനുള്ളതുകൊണ്ട് തികയുന്നില്ല, പിന്നല്ലേ ഇനി ഇൻഷുറൻസിന് വേണ്ടി കാശ് കളയാൻ. ഇതായിരുന്നു ശരാശരി മലയാളിയുടെ മനോഗതം. കാലമൽപ്പം കടന്നുപോയപ്പോൾ രോഗങ്ങൾ കണ്ടമാനം വർദ്ധിച്ചു, പ്രത്യേകിച്ച് ജീവിതശൈലീ രോഗങ്ങൾ. ആതുരാലയങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ആശുപത്രികൾ പിന്നീട് വളരെ വേഗത്തിലായിരുന്നു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളായി രൂപാന്തരപ്പെട്ടത്. പണ്ടൊരു ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞ് മരുന്ന് വാങ്ങിക്കഴിച്ചാൽ വൈകാതെ രോഗശമനം വരുമായിരുന്നു. കുടുംബ ഡോക്ടർമാർ എന്നൊരു കോൺസെപ്റ്റ് പോലും അന്നുണ്ടായിരുന്നു. പരസ്പരം വിശ്വാസവും അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കഥയാകെ മാറി. ആശുപത്രിയിലെത്തുന്ന രോഗിയോടോ അടുത്ത ബന്ധുവിനോടോ ഹോസ്പിറ്റൽ അധികൃതർ നിയമിച്ചിരിക്കുന്ന ജീവനക്കാർ സംസാരിച്ച് ചികിത്സ എന്ന ബിസിനസ്സിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം നന്നായി നടത്തുന്നു. ഇവിടെ ഇന്ന ചികിത്സകളുണ്ട്, ഈ ഡോക്ടർ പരിശോധിച്ചാൽ ഇത്ര രൂപയാവും, പിന്നെ മറ്റേ ഡോക്ടർക്ക് ചാർജ് ഇച്ചിരി കുറവാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർ ഒരുക്കിത്തരും. രോഗചികിത്സ എന്നത് വളരെയേറെ ചെലവേറിയതായി ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. മറുവശം കൂടി പറയട്ടെ, അതോടൊപ്പം തന്നെ ആശുപത്രികൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ ലോഞ്ചുകളെ വെല്ലുന്ന ഇടങ്ങളൊക്കെ ഒരുക്കി ചികിത്സയെ നക്ഷത്ര നിലവാരങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം വിവിധ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ ഈ അവസരം മുതലാക്കാനായി രംഗത്ത് വന്നു. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെങ്കിലും ഇല്ലാത്തവർ ചുരുക്കമായിരിക്കും. കൂട്ടത്തിൽ പറയട്ടെ, നിങ്ങൾക്കിതുവരെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇല്ലെങ്കിൽ ഞാൻ തുറന്നു പറയാം, എടുത്തു വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഏത് കമ്പനിയുടെ പോളിസി എടുക്കുമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വിവിധ കമ്പനികളുടെ ഓഫറുകൾ കമ്പയർ ചെയ്താൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം. അല്ലെങ്കിൽ നാളുകളായി പോളിസി പുതുക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കുകയും ചെയ്യാം. എല്ലാ കമ്പനികളും ഗുണദോഷ സമ്മിശ്രമാണ്. പണ്ടൊരു കൊച്ചൻ പറഞ്ഞതുപോലെ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവൂല. എൻ്റെ ഒരു സുഹൃത്തിന് പോളിസി എടുക്കുന്നതിന് മുമ്പ് ഏജൻറ്റ് പറഞ്ഞതല്ല കയ്യിൽ പോളിസി കിട്ടിയ ഡോക്യുമെൻ്റ് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത്. അദ്ദേഹത്തിന് അവരുടെ നിബന്ധനകൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ നിബന്ധനകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോളിസി ക്യാൻസൽ ചെയ്യാൻ എനിക്ക് കഴിയുമോ? നല്ലൊരു ചോദ്യമായിരുന്നു. IRDAയുടെ പുതിയ ഉത്തരവ് പ്രകാരം ഇത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ പോളിസി എടുത്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ പോളിസി റദ്ദാക്കുവാൻ ഉപഭോക്താവിന് അവസരമുണ്ട്. മുഴുവൻ പണവും തിരിച്ചു ലഭിക്കും. ഇനി ആദ്യത്തെ 30 ദിവസം കഴിഞ്ഞാലും ഉടമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും പോളിസി റദ്ദാക്കാം. 7 ദിവസം മുമ്പേ രേഖാമൂലം അവരെ അറിയിക്കണമെന്ന് മാത്രം. ആനുപാതികമായ പ്രീമിയം തുക കമ്പനി പോളിസി ഉടമയ്ക്ക് റീഫണ്ട് ചെയ്തിരിക്കണം. ഇനി നോമിനിയുടെ കാര്യത്തിൽ പോളിസി കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും നോമിനിയെ മാറ്റാൻ നമുക്ക് അനുവാദമുണ്ട്. ചിലർക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് കിട്ടിയാലും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അപ്രൂവൽ കിട്ടാത്തത് മൂലം വീട്ടിൽ പോകാൻ കഴിയാതെ മണിക്കൂറുകൾ ആശുപത്രിയിൽ തന്നെ ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അത് ഉണ്ടായിട്ടുണ്ടാവാം. ക്യാഷ്ലെസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇൻഷുറൻസ് കമ്പനി അംഗീകരിക്കണം. അതാണ് നിബന്ധന. വൈകിയാൽ ഉണ്ടായേക്കാവുന്ന ആശുപത്രി ചെലവ് ഇൻഷുറൻസ് കമ്പനി തന്നെ വഹിക്കേണ്ടി വരും. 29/5/2024 ഇറക്കിയ ഉത്തരവ് പ്രകാരം ക്യാഷ്ലെസ് ക്ലെയിമിന് വേണ്ടി രോഗി ദീർഘനേരം കാത്തിരിക്കുന്ന സ്ഥിതി ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. കമ്പനികൾ ആശുപത്രികളിൽ ക്യാഷ്ലെസ് പോളിസികൾക്കായി പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് തുറക്കേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. പോളിസി കാലാവധിയിൽ ആശുപത്രിയിൽ കിടന്ന് ഇൻഷുറൻസ് ക്ലെയിം ഒന്നും നടത്താത്തവർക്ക് പ്രത്യേക ആനുകൂല്യമായ നോ ക്ലെയിം ബോണസ് നൽകണമെന്നും നിയമമുണ്ട്. നിങ്ങൾക്കത് പോളിസി പുതുക്കുമ്പോൾ ആവശ്യപ്പെടാം. പ്രീമിയം തുക വർദ്ധിപ്പിക്കാതെ തന്നെ കവറേജ് തുക വർദ്ധിപ്പിക്കുകയോ പ്രീമിയത്തിൽ ഇളവോ നൽകണമെന്നും വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. ഇനി ചികിത്സയ്ക്കിടയിൽ രോഗി മരിച്ചാലോ? ക്ലെയിം സെറ്റിൽമെൻറ്റ് റിക്വസ്റ്റ് അടിയന്തരമായിട്ട് പരിഗണിക്കണം. മൃതദേഹം എത്രയും വേഗത്തിൽ വിട്ടു നൽകാനുള്ള നടപടിയും സ്വീകരിക്കണം. ഉത്തരവിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. ആയുഷ് ആയുർവേദ ചികിത്സയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ലഭ്യമാകൂ എന്നത് ചിലരുടെ സംശയമാണ്. ആയുഷ് ചികിത്സ എന്നത് എന്താണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കണം. ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നീ ചികിത്സാ രീതികളുടെ കീഴിൽ നൽകുന്ന വിവിധ ചികിത്സകളെയാണ് ആയുഷ് എന്ന് സൂചിപ്പിക്കുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയിൽ ആയുഷ് ചികിത്സ അനുവദിക്കണോ വേണ്ടയോ എന്നത് ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് നൽകുന്ന പോളിസി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് പോളിസി ഡോക്യുമെൻ്റ് വ്യക്തമായി വായിച്ചു നോക്കാൻ മറക്കല്ലേ. മിക്കപ്പോഴും നിങ്ങളുടെ ക്ലെയിം നിരസിക്കുന്നത് PED അഥവാ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്താണ് ഈ PED? PED എന്നത് നിലവിലുള്ള രോഗത്തെ സൂചിപ്പിക്കുന്നു. ഇത് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് പോളിസി ഉടമയ്ക്കുണ്ടായിരുന്ന ഒരു രോഗത്തെയോ രോഗ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. പോളിസി എടുക്കുന്നതിന്
മുമ്പ് 48 മാസത്തിനുള്ളിൽ വൈദ്യോപദേശമോ ചികിത്സയോ ആവശ്യമുള്ള ഒരു രോഗനിർണയം നടത്തിയിട്ടുണ്ടെങ്കിലോ ഒരു പരിക്ക് അല്ലെങ്കിൽ അസുഖമുണ്ടായിട്ടുണ്ടെങ്കിലോ PED ആയി കണക്കാക്കാം. അത് ഓരോ കമ്പനികളുടെയും വിവേചനാധികാരത്തിൽ പെടുന്നു. ഇനി മറ്റൊരു ചോദ്യം, നിലവിലെ ഇൻഷുറൻസ് കമ്പനിയുടെ സർവീസ് മോശമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ എന്ത് ചെയ്യാം? ഈ മൊബൈൽ കമ്പനിയെ മാറ്റുന്നത് പോലെ പോർട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ? അങ്ങനെ മാറ്റാൻ പറ്റും. കൊള്ളാവുന്ന മറ്റൊരു കമ്പനിയിലേക്കോ അതല്ലെങ്കിൽ ഒരു പ്ലാനിൽ നിന്ന് അതേ കമ്പനിയുടെ മറ്റൊരു പ്ലാനിലേക്കോ വ്യവസ്ഥകൾക്ക് അടിസ്ഥാനമായി കുടുംബ പരിരക്ഷ ഉൾപ്പെടെ മാറ്റുവാൻ സാധിക്കും. കമ്പനിയെ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത കാണിക്കുക. പരസ്യത്തിൽ കാണുന്നത് സേവനത്തിൽ പ്രതിഫലിച്ചില്ലെങ്കിൽ പരാതിപ്പെടാൻ മറക്കേണ്ട. ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ നിങ്ങളെ സഹായിക്കും. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വിഷയങ്ങൾ തുടർച്ചയായി ലഭിക്കുവാൻ ദി ടൈം മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും നൽകി പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.